അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മാവേലി സ്റ്റോറിൽ പോവുകയാണ്. മാവേലി സ്റ്റോർ പോകുന്നുണ്ട്. അമ്മ കണ്ട് റെഡിയായി നിൽക്കുകയാണ്. പോകാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. കഴിയും കേട്ടോ. നമ്മൾ കണ്ട് ഇവിടെ ടിങ്ക് കുറച്ച് താറ്റ മാവേലി സ്റ്റോറിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. സപ്ലൈക്കോ എന്നാണ് പറയുന്നത്. മാവേലി സ്റ്റോറിൽ സപ്ലൈക്കോ എന്ന്. അതുകൊണ്ട് അവിടെ കവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ സാധനങ്ങൾ വാങ്ങി കവറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, പിടിച്ചപ്പെടുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. മണൽ ഇതുവരെയായിട്ടും മാറ്റിയില്ല. അതുകൊണ്ട് എന്നായാലും ചോദിച്ചേ പറ്റും. മണൽ അതേപടി അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇപ്പോൾ ഇറങ്ങും, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും കേട്ടോ. മഴ ഇപ്പോൾ കുറവ്. നേരത്തെ ചെറുതായിട്ട് തൂറ്റിയിട്ട് പോയേട്ടാ. ഇപ്പം താമസിക്കുന്നത് ചിലർക്ക് ആവില്ല, ചിലർക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ എന്നുള്ളത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ എന്ന ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിൽ വേണ്ട ഈ പ്ലാന്റേഷൻ്റെ അപ്പുറത്ത് കാണുന്നത് സ്കൂളാണ്. പരുത്തിപ്പള്ളി സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റായി ഒരു പ്ലാന്റേഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏറ്റവും പിറകിലായിട്ട് ഇതാണ്ട് ഈ ഒരു വീട് കാണാൻ. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നേരെ ഈ വഴിയുണ്ട്, ഈ വഴി നേരെ ചെല്ലുന്നത് കള്ളോടും, ഈ വഴി നേരെ ചെല്ലുന്നത് കുറ്റിച്ചൽ ജംഗ്ഷനിലോട്ട് പോകാം. ഇങ്ങനെ കറങ്ങി വരികയും ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കയറാനും പോകാനൊക്കെ പല വഴികളുണ്ട്. പിന്നെ ഇങ്ങനെ ചെന്നിട്ട് ഇടത്തോട്ട് നേരെ പോണത് പേഴമൂടോട്ട് പോകുന്നതാണ്. ഇതിലേക്കൂടെ പോണത് കള്ളോട്, ഇതിലേക്കൂടെ പോണത് കുറ്റിച്ചൽ, ഇതിലേക്കൂടെ ഇങ്ങനെ താഴോട്ട് പോണത് പാലയപ്പം. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. നമ്മളെ വീട്ടിലോട്ട് 4 വഴികളുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. നിങ്ങൾ ഇങ്ങോട്ട് കാട്ടക്കടയിൽ നിന്ന് ഇങ്ങോട്ട് കോട്ടൂരോട്ട് പറഞ്ഞ വഴി ഈ റോഡൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെ പ്ലാന്റേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വീട് ഭാഗത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്പർ എന്നറിയുമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പറിനായി യൂട്യൂബിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. 62386383 ഇട്ടിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ എന്നെയും വിളിക്കുക, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. വാട്സാപ്പ് എടുത്ത് എന്നെ ഇത് മെസ്സേജ് എന്താണ് ചെയ്തു, പ്രശ്നമില്ല. എനിക്ക് ഈ ആരാധകർ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ പൊങ്കാലയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മൾ പൊങ്കാലയ്ക്ക് പോകാൻ വേണ്ടി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് 19-ആം തീയതി എന്നെ ഒരാൾ വിളിച്ചിരുന്നു, മുഹമ്മദ് റഫാൻ എന്ന് പറഞ്ഞു. അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ വിളിച്ചതിന്. ഇനിയും ഇവരെ പോലെ വിളിക്കാൻ തോന്നുന്ന ആരൊക്കെ ഉണ്ടോ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരാളെ പേര്, അവർക്കും എൻ്റെ ഒരു നന്ദി അർപ്പിക്കുന്നു. ഇവരെ പോലുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ്. നിങ്ങൾ എന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആളെ പോലത്തെ മുസ്ലിമാണ് എന്നറിയത്തില്ല. നിങ്ങൾ മുസ്ലിമാണ് ഹിന്ദുവാണ് എനിക്കറിയത്തില്ല. വിളിക്കുമ്പോൾ എനിക്കറിയാം, ഈ പേര് കാണുമ്പോൾ എനിക്കറിയാം മുസ്ലിമാണ് ഹിന്ദുവാണെന്ന് എനിക്കറിയാം. നിങ്ങളും വിളിക്കാൻ ശ്രമിക്കുക. എൻ്റെ നമ്പർ താഴെ 62386383 എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും എന്നെ വിളിക്കേണ്ടതാണ്. നേരത്തെ ഇട്ട ഒരു ഷോർട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, കുറേ പേര് ലൈക്കും ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ആ ഷോർട്സും നമ്മൾ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോയും. പിന്നെ നമ്മൾ ഇന്ന് മാവേലി സ്റ്റോറിൽ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി മാവേലി സ്റ്റോർ ഗോയിങ് വിത്ത്
അടുത്ത് അമ്മ ഷോപ്പിംഗ് ഗൈസ്. അപ്പം അതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ. മറ്റേ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഞാൻ, മറ്റേ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തില്ലേ, രാത്രി ഒരു ഫ്ലാഷ് ഇട്ടിട്ട് ഒരു വീഡിയോ യൂട്യൂബ് ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്തില്ലേ, ദം ബിരിയാണി ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. ആരൊക്കെ യൂട്യൂബേഴ്സ് ആരൊക്കെ ചേർന്ന് അതിനെ റിമൂവ് ആക്കിയിരിക്കുകയാണ്. യൂട്യൂബേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് അത് ഇങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കാനുള്ള നോക്കണം. റിമൂവെന്ന് കാണിക്കുന്നുണ്ട്, എന്തരാണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത്. യൂട്യൂബേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി എന്താ ആയിട്ടുള്ള കാര്യമാണ് അതിൽ കാണിക്കുന്നത്. ഇനി അടുത്ത ഞാൻ ഒരു വാട്ടർ മെലണിൻ്റെ ചലഞ്ച് ചെയ്തായിരുന്നു, അത് 4-ാം തീയതി അപ്പീലാവത്തുള്ളൂ. മറ്റത് ഇന്നലെ രാത്രി ചെയ്ത ഒരു വെറൈറ്റി ചലഞ്ച് ഉണ്ടല്ലോ, 15 മിനിറ്റിൻ്റെ വീഡിയോ. അപ്പം അത് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അത് യൂട്യൂബിൽ നിന്ന് അത് ഡിലീറ്റ്, നമ്മളെ ടി വിയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇനി വരുന്നത് മാർച്ച് 21-20 തീയതിയാണ് അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യണം, അടുത്ത മാർച്ച് വരെ. ഈ 2 വീഡിയോ റിമൂവ്ഡ് ആയില്ലേ, 2 ചലഞ്ച് വീഡിയോസ്, വാട്ടർ മെലണിൻ്റെയും ദം ബിരിയാണിയുടെയും. അത് ആദ്യം പറഞ്ഞത് വാട്ടർ മെലണിൻ്റെ ആയിരിക്കും, രണ്ടാമത് പറഞ്ഞത് ഇന്നലെ ദം ബിരിയാണി ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്തില്ലേ, അതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവേന്, അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവേന്. ഇത്രയൊക്കെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടും. യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബേഴ്സ് അല്ലാത്തവർക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, യൂട്യൂബേഴ്സിന് മാത്രം. യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രമാണ് യൂട്യൂബ് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞത് കേട്ടോ. യൂട്യൂബ് ചെയ്യുന്ന കുറേ പേരുണ്ട്, അതിൽ കുറേ പേര് അത് ഇതൊക്കെ ചെയ്ത് നമ്മളെ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിലൊരു ഇത് വന്നിരുന്നു, 9 മിനിറ്റ്സ് ഇത് ചെക്ക്, നമ്മളെ ആ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്തായിരുന്നു. അപ്പോഴ് റിമൂവ് ചെയ്യാൻ, നമ്മൾ അതെടുത്ത് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബിൽ തന്നെ പറഞ്ഞിരുന്നു, യൂട്യൂബേഴ്സ് എല്ലാം കൂടെ ചേർന്ന് വീഡിയോ റിമൂവ് ചെയ്ത് കളയാം എന്നും പറഞ്ഞ് ഇത് വന്നിരിക്കുന്നു, ഒരു പോസ്റ്റ് വന്നിരിക്കുന്നു. അടുത്ത വർഷത്തിലേ അത് അപ്പീലാവത്തുള്ളൂ. റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇട്ടിരിക്കാം. നിങ്ങൾ കാണണമെങ്കിൽ മാത്രം കണ്ടാൽ മതി ആ വീഡിയോ. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയേനെ, നമുക്ക് പിന്നെ എടുക്കാം. ഇനി ഇറങ്ങട്ടെ, ഇറങ്ങാൻ കളിച്ചുകൊണ്ടിരിക്കും, സമയം പോയിക്കൊണ്ടിരിക്കും, നമുക്ക് പിന്നെ എടുക്കാം. ഗായ്സ് അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഈ വഴി പോകാൻ കേട്ടോ, നമുക്ക് ഈ വഴി പോകാൻ വിചാരിച്ചാൽ അവിടെ പട്ടിയുണ്ട്, അത് സണ്ണിയൊക്കെ വരണം. ആ പട്ടി കെട്ടിയിരിക്കണമെന്ന്, അതുകൊണ്ടാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. ഗായ്സ് നമ്മളങ്ങനെ ഇറങ്ങിയാണ്. എന്താ ടാറ്റ 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 ടാറ്റ. ഗായ്സ് അങ്ങനെ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. മാവേലി സ്റ്റോറിൽ പോവുകയാണ് കേട്ടോ. ഇത് പോകണമെന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഒരു ചക്ക ഇരിക്കുന്നു. ഇവിടെ നായില്ലേ എന്തായിരിക്കും, എന്താ പുതിയ കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വസ്തു വിൽപ്പനയ്ക്ക് 10 സെന്റ്. കൊള്ളാം കേട്ടോ, അത് ഉണ്ട്, കൊടുത്തിട്ടുണ്ട്.
ഇനി ഇറങ്ങിക്കോ. നമ്മളിവിടെ നിൽക്കണം കേട്ടോ. നമുക്ക് പിന്നെ എടുക്കാം. നമ്മുടെ മാവ് വാങ്ങി ഈ കടയിൽ കയറി. ഭയങ്കര സൗണ്ട്, ഭയങ്കര സൗണ്ട് ഉണ്ടാക്കൊക്കെ ഒന്ന്. അപ്പോൾ ഗായ്സ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മുന്നേറ്റൊരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അരിയാണ്. പിടി പിടി. എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ എന്തൊരു തിരക്കായിരുന്നു. 4:30 തന്നെ എത്തുകയും ചെയ്തു. എല്ലാ സാധനം ഉണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടാ. മുളക് നാളെ പൊടിക്കാൻ കൊടുക്കുന്നില്ലേ? എല്ലാം ഇവിടെ വെച്ചാൽ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ പിടിച്ചപ്പോഴേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.